മോളെ, ഇത് ആരാ വന്നിരിക്കുന്നേ? വെഡിങ് ആനിവേഴ്സറി ആയിട്ട് കൃത്യമായിട്ട് അങ്ങ് എത്തിയല്ലോ. എടാ, ദേ നോക്കേ, ദേ മോള് വന്നു. എങ്കി പിന്നെ ഞാൻ വന്നപ്പോ തന്നെ തനിക്ക് എന്റെ കൂടെ വന്നൂടായിരുന്നോ കരണേ? മോളെന്താ മോളെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കുന്നേ? മോൾക്ക് വില കൂടി ഒരു നെക്ലസ് കൊണ്ടുതന്നെന്ന് ഇവൻ പറഞ്ഞു. മോളെ, ഞാനായി ഇവനോട് പറഞ്ഞത് ഇത്തവണ ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്, അതിന് സമ്മാനമായിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്ന ഒരു നെക്ലസ് മോളുടെ കഴുത്തിൽ കിടക്കണമെന്ന്. അയ്യോ, അതെന്താ മോളെ ഇട്ടോണ്ട് വരാതിരുന്നേ? അത് ദേ ഇതിനകത്തുണ്ട്. മോൻ വാങ്ങിയ നെക്ലസ് അമ്മ തന്നെ കിട്ടോ. എന്താ മോളെ ഇതൊക്കെ? എന്താണെന്ന് ഇയാൾക്കറിയാം. പഴയതുപോലെ തന്നെ സംഭവിച്ചു. തനിയാവർത്തനം. എന്തൊക്കെയാ ഉണ്ണി വിളി പറയുന്നേ? എന്റെ ഭർത്താവിന്റെ കപ്പാസിറ്റി എത്രയാണെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. ഇയാള് 10 ലക്ഷത്തിന് മുകളിൽ മുടക്കി എനിക്കൊരു സ്വർണ്ണ നെക്ലസ് വാങ്ങി തന്ന അന്ന് നടക്കാത്തത് നടക്കും. കാക്ക മലർന്ന് പറക്കും. നീ ഇത് മോൾക്ക് വേണ്ടി വാങ്ങിച്ച നെക്ലസ് അല്ലേടാ? അതെ. ആ നെക്ലസ് വാങ്ങിയ കടയുടെ പേര് കവറിന്റെ പുറത്തുണ്ട്. അത് താൻ കാണിച്ച ഒരു മണ്ടത്തരം. സ്വർണ്ണ അടങ്ങിയ ബോക്സ് മാത്രമാണ് കൊണ്ടുവന്നിരുന്നെങ്കിലേ എനിക്ക് ആ സ്വർണ്ണ കടയിലേക്ക് പോവാൻ പറ്റില്ലായിരുന്നു. എന്റെ ഭർത്താവ് 10 ലക്ഷത്തിന്റെ സ്വർണം വാങ്ങാൻ മാത്രം പുരോഗമിച്ചിട്ടില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ആ ജ്വല്ലറിയിൽ പോയി. ഇപ്പോഴേ തട്ടുകടയിൽ വരെ ഉണ്ട് CCTV. സകലമാന മുറുക്കാൻ കടയിലും ഉണ്ട്. പിന്നെ ജ്വല്ലറിയിൽ കാണാതിരിക്കോ? അതും ഇതുപോലൊരു വലിയ ജ്വല്ലറിയില്. അവിടുത്തെ CCTVയില് ഞാൻ കണ്ടു കാര്യങ്ങള്. ആ സ്വർണ്ണക്കടയുടെ പരിസരത്ത് കൂടി പോലും നിങ്ങൾ പോയിട്ടില്ല. പിന്നെ എങ്ങനെയാ നിങ്ങൾ ഇത്രയും കനമുള്ള ഒരു നെക്ലസ് വാങ്ങിയത്? നിങ്ങക്ക് മാജിക് വശമുണ്ടോ? അന്തരീക്ഷത്തിൽ നിന്ന് നെക്ലസ് പണിയിച്ചെടുത്താണോ? പറ, എങ്ങനെയാ ഈ നെക്ലസ് നിങ്ങളുടെ കയ്യിൽ വന്നത്?